ഹായ് നമസ്കാരം, ഞാൻ ഷെറിൻ. SM വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് കാലമായല്ലേ, ഒരുപാട് രണ്ടാഴ്ചത്തോളമായി ഇപ്പോൾ വ്ളോഗിലേക്കൊന്നും വരാതെ. അന്നും തിരക്കാണ്, ആയുർവേദ ചികിത്സേൻ്റെ തിരക്കായിരുന്നു. ആ തിരക്കിൽക്കിടയിൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ എല്ലാ വ്ളോഗേഴ്സും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ പോരുന്നേ, കാണാതെ പോരുത്. കാരണം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അല്ല നിങ്ങളുടെ അറിയാവുന്ന മക്കൾക്ക്, നിങ്ങളറിയാവുന്ന ഏതെങ്കിലും പ്രായമുള്ളവർക്ക് ഈ ഒരു ചികിത്സാ രീതിയെപ്പറ്റി അറിഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ആ അറിവ് നൽകാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവരുടെ വേദന അകറ്റാൻ, അവർ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന വേദന. ഇത് പറയുന്നത് ഡ്രൈവർമാരായ സഹോദരന്മാർക്കും ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കും സ്കൂൾ മാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഡെയിലി ബൈക്കുകൾ യൂസ് ചെയ്യുന്ന സഹോദരങ്ങളും സഹോദരിമാരും, അങ്ങനെ നമ്മുടെ എല്ലാ യൂണിറ്റിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, കാരണം പോലീസ് സേനയിലുള്ള സഹോദരന്മാർക്കും, ബസ് ഡ്രൈവേഴ്സിനും, എസ്പെഷ്യലി ലോറി ഓടിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സ് യൂണിയൻസിനും ഇത് ബാധകമാണ്. അപ്പം നിങ്ങളുടെ ചെറിയ വേദന പോലും നിങ്ങളൊരു കാര്യമാക്കാതെ പോകരുത്. ഇത് നിങ്ങളുടെ അറിവിലേക്ക്, നിങ്ങളുടെ ഒരു അനുജൻ പറയുന്ന പോലെ, നിങ്ങളുടെ ഒരു സഹപാഠി പറയുന്ന പോലെ, നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുന്ന പോലെ നിങ്ങൾക്ക് ഇത് കേൾക്കണം. നിങ്ങൾക്ക് അറിയുന്ന നല്ലൊരു വിദഗ്ധരായ ഡോക്ടറെ അടുത്ത് നിങ്ങൾ ഒന്ന് പോവാം. മാനന്തവാടിയിൽ ഏറ്റവും നല്ല മികച്ച രീതിയിൽ ജനകീയ ഡോക്ടറെ മികച്ച രീതിയിൽ സേവനമനുഷ്ഠിച്ച നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. വയനാട്ടിലെ ജനകീയ ഡോക്ടറിൽ ഏറ്റവും പ്രസിദ്ധമായ ഡോക്ടറാണ് ഡോക്ടർ N. സുരേഷ് കുമാർ. സാറിൻ്റെ കൺസൾട്ടേഷൻസിൽ ഞാൻ പറയാതെ തന്നെ എത്രയോ ആൾക്കാർ ഇവിടെ ചികിത്സ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആയുർവേദ ചികിത്സകൾ ആരംഭിച്ചിട്ടിപ്പം 4 വർഷം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം എത്രയും രീതിയിൽ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളുടെ ഈ ന്യൂസ് ഒന്ന് എത്തിക്കുക. നിങ്ങൾ എൻ്റെ വ്ളോഗൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്കും ബെൽ ബട്ടൺ ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും വേദന കൊണ്ട് അലട്ടുന്ന അവർക്കൊരാശ്വാസം. ഇത് തന്മയായ ചികിത്സാ രീതിയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ചികിത്സാ രീതിയിലുള്ള എല്ലാ സെൻറ്ററുകളിലും നിങ്ങൾക്ക് പോകാം. കേരളത്തിൽ അനധികൃതമായിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം തന്നെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ റെയ്ഡൊക്കെ നടക്കുന്നത്. കാരണം എന്തൊക്കെ നാട്ടിൽ നടക്കുന്നത്, ആയുർവേദ ചികിത്സകൾ ഒന്നും സ്പാൻ്റെ പേര് പറഞ്ഞു എത്രയോ എന്നെപ്പോലെ സാധാരണക്കാരായ പഠിച്ച് ആയുർവേദ ചികിത്സ പഠിച്ച് സർട്ടിഫിക്കറ്റോടുകൂടി ചെയ്യുന്ന എത്രയോ ആൾക്കാർ വിദേശത്തും നാനാഭാഗങ്ങളിലും ലോകത്തെവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരു ദിനത്തിൽ ഒരു വേതനം കിട്ടാൻ വേണ്ടി മാത്രം ത്യാഗം ചെയ്ത് അവരുടെ സ്വന്തം ചികിത്സാ രീതിയിലെ എല്ലാ വിഷമങ്ങളും, അവർ വീടും കുടുംബവും എല്ലാം ഉള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ എല്ലാം മറന്ന് ഓരോ അന്യനാട്ടുകളിൽ ജീവിക്കുന്നത് അവരുടെ ഓരോ വരുമാനത്തിൻ്റെ ഒരു പങ്കും വീട്ടിലേക്ക് എത്തിക്കേണ്ടതുകൊണ്ടാണ് അല്ലേ. അങ്ങനെ മനസ്സറിഞ്ഞ് ചികിത്സാ രീതി ചെയ്യുന്ന സെൻറ്റേഴ്സ് ഒരുപാടുണ്ട്. അങ്ങനെ സെൻറ്ററായിട്ട് തന്നെയാണ് നമ്മൾ. അപ്പോൾ അത്രയും ഞാനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരൻ പോലെ, എന്നിൽ ചെയ്യുന്ന അതേ പോലെ തന്നെയാണ് ഞാൻ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആയുർവേദ ചെയ്യുന്ന, ആത്മാർത്ഥമായി ചെയ്യുന്ന സെൻറ്ററുകളിൽ പോവുക, ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. നമുക്ക് ബിസിനസ് മൈൻഡില്ല. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മാറുമ്പോഴുള്ള ആ സ്നേഹം, അന്ന് ചെറിയ തുക ഈടാക്കിയിട്ട് നമ്മളുടെ ചികിത്സ നിങ്ങൾ ആസ്വദിക്കും. നിങ്ങളെ തൊട്ടടുത്ത് സുരേഷ് കുമാർ ഡോക്ടറുടെ ചികിത്സ ചെയ്തു വന്ന ആരോടെങ്കിലും ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അത് നിങ്ങൾക്ക് ഷെയർ ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും നിങ്ങൾക്കും ശാരീരികമായ പ്രയാസങ്ങൾ, നെക്ക് ഷോൾഡേഴ്സ്, തലവേദന, കഫക്കെട്ട്, ഇന്ന് കൈകാലുകൾക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസങ്ങളോ ഒരു സർക്കുലേഷൻ പ്രശ്നങ്ങളോ എന്തെങ്കിലും ധൈര്യമായിട്ട് ഡോക്ടറെ സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ പ്രയോജനം വരും തലമുറയ്ക്ക് അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ ചെറിയ മക്കൾക്ക് പോലും കേട്ടോ
ഇത് പറയാതിരിക്കാൻ വയ്യ, ഇത് നിങ്ങൾ കേൾക്കണം. ചെറിയ മക്കൾ പോലും ചികിത്സകൾ ഇപ്പോൾ നടക്കത്തതാണ്. വെക്കേഷൻ സമയങ്ങളിൽ ചെറിയ മക്കൾക്ക് ഒരു ഉഴിച്ചിലെങ്കിലും കൊടുക്കണം. അത്രമാത്രം വെയിറ്റുള്ള ബാഗ്സാണ് എൻ്റെ മോളടക്കം കൊണ്ടുവന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്, എൻ്റെ മോക്കൊക്കെ എണ്ണയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളെല്ലാ സ്കൂളുകളും 3 കിലോ 2 കിലോ ബാഗൊക്കെ തൂക്കി കുട്ടികൾ കുറേ ലോങ് ജേർണി പോകുന്നത്. അതിപ്പോൾ 2 മണിക്കൂറൊക്കെ ബസ്സിലൊക്കെ നടന്നു വന്ന് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ വരിക. അപ്പോൾ അവരുടെ ഷോൾഡറിന് ഒരു തേയ്മാനം വരാൻ ചാൻസ് ഉണ്ട്, വേദനകൾ കൂടാൻ ചാൻസ്, സ്റ്റിഫ്നെസ് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒന്ന് ഉഴിഞ്ഞ് നമുക്കൊന്ന് എണ്ണ തേച്ച് കൊടുക്കുക. അങ്ങനെ ശാസ്ത്രീയമായ രീതിയിലുള്ള എണ്ണ തേപ്പ് നമ്മളുടെ വിദഗ്ധരായ ഡോക്ടർമാരോട് ചോദിച്ച് ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് അത് അനുയോജ്യമായ ഇത് യൂസ് ചെയ്യാം. കാരണം ഇനി നമുക്കൊരു തലമുറ അസുഖത്തിലാകാതിരിക്കാം. ഓക്കെ, ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ ഈ വ്ളോഗൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ദോഷമുണ്ടാവില്ല. പല വ്ളോഗേഴ്സും പല ബിസിനസ്സിനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ആയുർവേദ ചികിത്സയോടുള്ള ഇഷ്ടപ്രകാരം ആയുർവേദ ചികിത്സ എടുത്താലും നിങ്ങൾക്ക് മോശം വരില്ല. ആയുർവേദ ചികിത്സ എന്തോ ഒരു വലിയ പ്രശ്നങ്ങളാണെന്നുള്ള അറിഞ്ഞ് കുറേ പേരുടെ ആലോചനയിലാണ്. ഒന്നുമല്ല, ഏത് സമയം ഏത് പ്രശ്നത്തിലും നല്ലൊരു വിദഗ്ധരായ ഡോക്ടറുടെ ഒരു സഹായത്തോടു കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ഒരു വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രയത്നം ചെയ്യുകയാണ്. ഓക്കെ, ബൈ, സീ യു.